ഇറിഗേഷൻ വകുപ്പിന് കീഴിലുള്ള ചീരക്കുഴി ജലസേചന പദ്ധതിയുടെ ഭാഗമായ ചീരക്കുഴി റെഗുലേറ്ററിൽ സെഡിമെന്റേഷൻ സർവേ തുടങ്ങി. പ്രളയത്തിന് ശേഷം റെഗുലേറ്ററിൽ നിലവിലുള്ള ജലസംഭരണ ശേഷി തിട്ടപ്പെടുത്തുകയാണ് സർവേയുടെ പ്രധാന ലക്ഷ്യം. വെള്ളത്തിന്റെ അളവ് കണ്ടുപിടിക്കുന്നതിനായി ഇന്റഗ്രേറ്റഡ് ബാത്ത് മെട്രിക് സർവേക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. എക്കോ സൗണ്ടർ, GPS സംവിധാനങ്ങളുള്ള ബോട്ടിലൂടെ സഞ്ചരിച്ചാണ് സർവേ നടത്തുന്നത്. ജലസേചന വകുപ്പിന് കീഴിലുള്ള പീച്ചിയിലെ കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് സർവേ. സർവേ റിപ്പോർട്ട് ചീരക്കുഴി സബ് ഡിവിഷന് കൈമാറും. ഗായത്രി പുഴയിലേക്ക് മറ്റൊരു കൈവഴി ചേരുന്ന പഴമ്പാലക്കോട് വരെ ബോട്ടിൽ സഞ്ചരിച്ചാണ് പഠനം നടത്തുക. ഭാരതപ്പുഴയുടെ പോഷകനദിയായ ഗായത്രി പുഴയിൽ നിർമ്മിച്ച തടയണയാണ് ചീരക്കുഴി റെഗുലേറ്റർ. ചേലക്കര നിയോജക മണ്ഡലത്തിലെ പഴയന്നൂർ, കൊണ്ടാഴി, പാഞ്ഞാൾ, ചെറുതുരുത്തി, ദേശമംഗലം എന്നീ 5 പഞ്ചായത്തുകളിലെ മുണ്ടകൻ കൃഷിക്ക് വേണ്ടി 40 കിലോമീറ്ററിലധികം നീളത്തിലുള്ള കനാൽ ശൃംഖലയും ഇതിന്റെ ഭാഗമായുണ്ട്. ആദ്യമായിട്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള സർവേ നടത്തുന്നത്. TCV ന്യൂസ്, തിരുവില്ലാമല.